നമസ്കാരം. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലിസ്റ്റ് CV രാമൻപിള്ള 1858 മെയ് 19 അന്നത്തെ തിരുവിതാംകൂറിൽ നെയ്യാറ്റിൻകരയിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചുകണ്ണാർ വീട്ടിൽ ജനിച്ചു. അമ്മ കൊച്ചുകണ്ണാർ വീട്ടിൽ പാർവതിയമ്മ, അച്ഛൻ പനവിളാകത്ത് നീലകണ്ഠപിള്ള. ബാല്യകാലത്ത് അച്ഛൻ തന്നെയായിരുന്നു ആദ്യ ഗുരു. വീട്ടിൽ വെച്ച് സംസ്കൃതം, അതോടൊപ്പം ആയുർവേദം, തന്ത്രവിദ്യ, ഇന്ദ്രജാലം, ഇതിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളും അച്ഛൻ തന്നെ പഠിപ്പിച്ചു. ആയതിനുശേഷം തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂളായ രാജാസ് ഫ്രീ സ്കൂളിൽ, ഇന്നത്തെ SMB ഹൈസ്കൂൾ, ചേർന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ, അതായത് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, ചേർന്നു. BA പാസ്സായി. അന്നത്തെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ 7ാം റാങ്കോടെ. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു വിവാഹം കഴിച്ചു. അതെപ്പോഴും അങ്ങനെയാണല്ലോ, ജീവിതം എന്ന് പറഞ്ഞാൽ വിവാഹം എന്നാണല്ലോ പലരുടെയും ധാരണ. ഏതായാലും ആ വിവാഹബന്ധം അധികകാലം മുന്നോട്ട് പോയില്ല. അവർ വേർപിരിഞ്ഞു. ആ സമയത്തുള്ള മാനസിക സംഘർഷം മൂലം അദ്ദേഹം തിരുവിതാംകൂറിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഒരു യാത്ര നടത്തി. ഇന്നത്തെ പോലെ അതിവേഗ സംവിധാനങ്ങളുള്ള കാലമല്ല ആയതുകൊണ്ട് പോകുന്ന വഴിക്കുള്ള എല്ലാ രാജകുടുംബങ്ങളും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. അവയുമായിട്ടെല്ലാം നല്ല ബന്ധം സ്ഥാപിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഹൈദരാബാദിൽ നിന്ന് മടങ്ങിയെത്തി. അധികം വൈകാതെ 1887 തിരുവിതാംകൂർ ഹൈക്കോടതി സ്ഥാപിതമായപ്പോൾ അവിടെ ക്ലർക്കായി നിയമിതനായി. അതിനുശേഷം ഗവൺമെൻറ് പ്രസ്സിലേക്ക്, തിരുവിതാംകൂർ ഗവൺമെൻറ് പ്രസ്സിലേക്ക് അദ്ദേഹത്തെ മാറ്റി. ഗവൺമെൻറ് പ്രസ്സിൽ നിന്ന് സൂപ്രണ്ടായി സർവീസിൽ നിന്ന് വിരമിച്ചു. സർവീസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പാട്രിയറ്റ് എന്ന പത്രത്തിലും, ആയതിനുശേഷം മലയാളി, മിതഭാഷി, വഞ്ചിരാജ് എന്നീ പത്രങ്ങളിലും അദ്ദേഹം പത്രാധിപരായി ജോലി നിർവഹിച്ചിരുന്നു. ഹൈക്കോടതിയിൽ ജോലി കിട്ടിയ സമയത്ത് അദ്ദേഹം രണ്ടാമതൊരു വിവാഹം കഴിച്ചു. പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ അനുജൻ രാജരാജവർമ്മയുടെ ഭാര്യ ജാനകി അമ്മയുടെ അനുജത്തി ഭാഗീരഥി അമ്മയെ. പക്ഷേ അവർ ചില അസുഖങ്ങൾ മൂലം അകാലത്തിൽ മരണപ്പെട്ടു. ആ കാലഘട്ടത്തിൽ തന്നെ രാജരാജവർമ്മയും അന്തരിച്ചു. അതിനുശേഷം ഭാര്യയുടെ ചേച്ചി, രാജരാജവർമ്മയുടെ വിധവ ജാനകി അമ്മയെ വിവാഹം കഴിച്ചു. ആ ബന്ധത്തിൽ ഒരു മകൾ മഹേശ്വരി അമ്മ. അവരുടെ മക്കളിൽ ഒരാളാണ് പ്രശസ്തനായ സിനിമാ ഹാസ്യ താരം അടൂർ. അന്നത്തെ കാലത്തെ മലയാളി മെമ്മോറിയൽ പ്രസ്ഥാനം, അതായത് അന്ന് തിരുവിതാംകൂർ സർക്കാരിലെ ഉന്നത ജോലികളെല്ലാം തമിഴ് ബ്രാഹ്മണരായിരുന്നു നിർവഹിച്ചിരുന്നത്. അത്തരം ജോലികൾ മലയാളികൾ കൂടി വേണം എന്നാവശ്യപ്പെട്ട് നടന്ന ഒരു പ്രസ്ഥാനം ആയതിൻ്റെ നേതാക്കളിൽ ഒരാളായിരുന്നു. 1891 അദ്ദേഹത്തിൻ്റെ ആദ്യ ചരിത്ര നോവൽ പ്രശസ്തമായ മാർത്താണ്ഡവർമ്മ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആയതിനുശേഷം 1913 ധർമ്മരാജ എന്ന നോവലും. ഇവ രണ്ടും ആ കാലഘട്ടങ്ങളിലെ രാജാക്കന്മാർ, മാർത്താണ്ഡവർമ്മയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അനന്തരവൻ ധർമ്മരാജയും നേരിട്ട തിരുവിതാംകൂറിൽ നിന്നുള്ള ആഭ്യന്തര പ്രശ്നങ്ങളായിരുന്നു. 1918 മൂന്നാമത്തെ ചരിത്ര നോവൽ രാമരാജ ബഹദൂർ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ധർമ്മരാജാവും മൈസൂർ സാമ്രാജ്യവും തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നു രാമരാജ ബഹദൂറിൻ്റെ ഇതിവൃത്തം. 1917 പ്രേമാമൃതം എന്ന ഒരു നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആയതുകൂടാതെ അദ്ദേഹം 11 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. പത്രാധിപരായിരുന്ന കാലത്ത് പത്രങ്ങൾക്ക് എഴുതിയ മുഖപ്രസംഗങ്ങൾ ചേർത്ത് പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് വിദേശീയ മേധാവിത്വം എന്ന ലേഖന പരമ്പര. 1922 മാർച്ച് 21 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. ആ സമയത്ത് ഒരു നോവലും അതുകൂടാതെ ആത്മകഥയും എഴുതി പൂർണ്ണമാവാത്ത നിലയിലായിരുന്നു.
1771 മുതൽ 1832 വരെ ജീവിച്ചിരുന്ന ഇംഗ്ലീഷിലെ ആദ്യത്തെ ചരിത്ര നോവലിസ്റ്റ് സർ വാൾട്ടർ സ്കോട്ട് എന്ന സ്കോട്ട്ലൻഡ് സാഹിത്യകാരനെ ഓർമ്മിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ കേരള വാൾട്ടർ സ്കോട്ട് എന്ന് വിളിച്ചിരുന്നു. 2010 മെയ് 19 അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇന്ത്യൻ തപാൽ വകുപ്പ് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി.